നമ്മളിപ്പോ ഒരു എന്താണ് നമ്മൾ ആ കഴിഞ്ഞ ദിവസം എടുത്ത വീഡിയോയുടെ ബാക്കി ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അന്ന് പോയപ്പോൾ മഴയായിരുന്നു, അതുകൊണ്ട് നമ്മൾ അതും ഫുള്ള് നമുക്കത് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പം ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി ഷൂട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന മറ്റേ റൂമോട്ടിലുള്ള നമ്മൾ ആ പറഞ്ഞ ആ ഗുഹയാണ്. ഗായ്സ്, ഒരു എമ്മണ്ട മഴ വരുന്ന കേട്ടോ ഈ കാണുന്നത്. ഭയങ്കര ഒരു മഴ വരുന്നുണ്ട്. ആ ഗുഹയിലേക്ക് പോകാന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പം നമുക്ക് ഭയങ്കര മഴ കയറാൻ തൊട്ടടുത്ത് വേറൊരു ചെറിയൊരു ഗുഹയുണ്ട്. അപ്പം നമ്മൾ മഴ നനയാതെ അതിനകത്ത് കയറി ഇരിക്കാനുള്ളൊരു പ്ലാനാണ്. ഗൈസ്, ഇതാണ് മഴ പെയ്യാതെ നമ്മൾ കയറിയിരിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത്. ഇതിനകത്ത് വേറെ വലിയ സംഭവമൊന്നുമില്ല, മഴ നനയാതെ കുറച്ചു നേരം നിൽക്കാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഗൈസ്, എന്തായാലും മഴയൊക്കെ പോയി ഞങ്ങള് ആ ചെറിയൊരു പാറയിടുക്കിൽ നിന്ന് ഇറങ്ങി. നമ്മളെന്തായാലും വലിയ ഗുഹയിലേക്ക് നമ്മൾ പോവാണ്. എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ എന്ന് അറിയത്തില്ല ഇതുവരെ. അപ്പൊ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മളെ ഗുഹയിലേക്കുള്ള വഴി. ആൾക്കാരധികം പോകാത്താറാണ് വഴിയൊക്കെ ഇതുപോലെ കാടും വെള്ളം പിടിച്ചിടുന്നത്. അപ്പൊ നമ്മുടെ നേരത്തെ ഒരു അവധിക്കാലം ഉണ്ടായിരുന്നപ്പം നമ്മളെല്ലാം എവിടെയായിരുന്നു. അപ്പം അന്ന് നല്ല ക്ലീൻ ആയിട്ട് കിടന്നത്. ഇപ്പൊ ആൾക്കാർ വരാത്തതിനാലാണ് ഇതുപോലെ പള്ളയൊക്കെ കയറിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. അവധിക്കാലം ഒരു 5 വർഷം മുമ്പായിരുന്നു. ഗൈസ്, ഇവിടെ നിന്നാ ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ, നല്ല രസമുണ്ട്. ഗൈസ്, അതാണ് ചാക്കോ നിൽക്കുന്നത്. നമ്മൾ തറയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ കൂടെയുള്ള മറ്റൊരു കമ്പാനിയനാട്ടോ. ഗൈസ്, അപ്പൊ ഇതാണ് നമ്മള് ഇറങ്ങി വരുന്ന വഴി. മറ്റൊരു വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ്, ഈ കാണുന്ന ഭാഗമാണ് പാണ്ടിപ്പാറ. അതിന് മുകളിലേക്കുള്ള ഭാഗങ്ങള് സൂം ചെയ്ത് അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല, അപ്പം ജസ്റ്റ് ഒന്ന് പറയാം. അപ്പൊ അതിന് മുകളിലേക്കുള്ള ഭാഗം എന്ന് പറയുന്നതാണ് നമ്മുടെ 10-ാം മൈല്, കല്യാണത്തണ്ട്, അതുപോലെ തന്നെ ആ ഭാഗങ്ങളാണ്. അപ്പൊ ഗൈസ്, ഇതേ കാണുന്ന ടവർ നിൽക്കുന്ന ഭാഗം മൈക്രോ. ഇതുവരെ അധികം യൂട്യൂബിലൊന്നും അധികം കാണാത്ത ഒരു സ്ഥലമാണ്. അപ്പൊ ഞങ്ങൾ അതിൽ ഗൈസ്, അപ്പൊ നമുക്ക് പോകാനുള്ള വഴിയാണിത്. അപ്പൊ ഗൈസ്, നമ്മൾ മറ്റൊരു വഴി കണ്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പൊ അടിപൊളി വഴിയാണ്. അപ്പൊ അതിലാണ് നമ്മൾ കയറി പോകാൻ നിൽക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ എന്തായാലും ഈ വഴി കൂടെ പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പൊ നമ്മളെ പിള്ളേരെല്ലാം വളരെ ത്രില്ഡാണ് ഈ വഴി കണ്ടത്. പിന്നെ അല്ലേ, അപ്പൊ നമ്മൾ പോകാൻ പോകുന്നത് ഒരു പാറയുടെ ഇടയ്ക്ക് കൂടിയാണ്. അതിനെ പോലെ നമ്മുടെ വഴി എന്ന് പറയുന്നത് ഇതാണ് ഗൈസ്. ഇതില് നമ്മള് ഈ കല്ലിന്റെ അടിയിൽ കൂടിയാണ് നമ്മൾ പോകേണ്ടത്. രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ലാതെ വേണം പോകാൻ. അപ്പൊ ഇതാണ് നമ്മുടെ വഴി.
ഇതിൽ ചെല്ലുന്നത് നമ്മളെ പാറയിലേക്കാന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ആ വഴി പോയി നോക്കാം. ഇതാണ് അപ്പൊ വഴി. ഉറുമ്പാണോ? ഇതിപ്പോ എന്തായാലും നമ്മൾ ഇങ്ങോട്ട് വലിഞ്ഞ് കേറേണ്ടി വന്നു. അപ്പൊ നമ്മൾ ആ നേരെ പോയായിരുന്ന വലിയൊരു കൊക്കയിലേക്കാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിലെ ഇടയ്ക്കുന്ന് നമ്മൾ ഇങ്ങോട്ട് ആ മരത്തെ കൂടെ ഒക്കെ പിടിച്ച് ഇവിടെ കയറിയിരിക്കണം. എന്തായാലും അഡ്വഞ്ചർ പോലെ. അപ്പൊ ഒരു രക്ഷയില്ല. അപ്പൊ ഗൈസ് നമ്മൾ ആ പാറയിലാണ് വന്ന് എത്തുന്നത്. ആ വഴി കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മള് ആദ്യം വന്ന് നിന്ന പാറയിൽ തന്നെയാണ് എത്തുന്നത്. വീഴില്ല അതന്നെ കേറിക്കോ കേറ മോനെ. അപ്പൊ ഇത് ഒരു രക്ഷയില്ലാത്ത വഴിയുണ്ട്. താഴോട്ട് നല്ല കൊക്ക കേട്ടോ ഗൈസ്. അങ്ങനെ ബിബിൻ രണ്ടാമത്തെ ഒരു വീഡിയോ ആയപ്പോഴത്തേനും നല്ല ധൈര്യത്തിലടങ്ങിരുന്നത്. യോ മാൻ എന്നെ ഇടിച്ച് താഴെയിടുമോ അത്. കാണുന്നതാണ് വാഴത്തോപ്പ് ചർച്ച്. വാഴത്തോപ്പിന്റെ ഭാഗങ്ങളാണ് കാണുന്നത്. പാൽക്കുളമേടിന്റെ ഭാഗങ്ങൾ നമ്മൾ കാണിച്ച പോലെ തന്നെ ഇവിടെ നിന്നാലും ആ വ്യൂ കിട്ടുന്നതാണ്. കരിക്കുന്തോളം ഇരുവൂട്ടി പാണ്ടിപ്പാറ റൂട്ടാണ് ആ കാണുന്നത്. ആ വഴി നമ്മുടെ കട്ടപ്പനയൊക്കെ പോകാൻ തങ്കം. അപ്പം മച്ചാൻ വരെ നമ്മളെ ഗുഹയുടെ അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് കയറാൻ ശ്രമിക്കുകയാണ്. കാടൊക്കെയാണ്, കാടും പള്ളയൊക്കെയാണ്. ഒത്തിരി കാലമായി ആൾക്കാർക്ക് ഇതിൽ വന്നിട്ട്. നമ്മുടെ അവധിക്കാലം എല്ലാം നമ്മളിവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമ്മൾ ആ ഗുഹ നിങ്ങളെ കാണിച്ചു തരാൻ പോവാണ്. ഇതാണ് ആ ഗുഹ. നമ്മൾ അതിനകത്തോട്ട് കയറാൻ പോവാണ്. ഗൈസ് ഇത് അതിനകത്ത് ഉള്ളിലേക്ക് ഒരുപാട് കയറാൻ പറ്റത്തില്ല. മണ്ണൊക്കെ കയറി അടഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങ് അകത്തേക്ക് കയറാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പരമാവധി കയറുന്ന ശ്രമിക്കുന്നതായിരിക്കും. ഇതിനകത്തൊക്കെ എന്തൊക്കെയോ മൃഗങ്ങളൊക്കെ ജീവിക്കുന്നുണ്ട്. ഇവിടെ ഇറങ്ങി ഓടണമെങ്കിൽ ആരിലും നിൽക്കണം. ഗൈസ് എന്തായാലും നമ്മള് ഇവിടെ എന്തായാലും ഒന്ന് നോക്കുന്നുണ്ട് എന്തെങ്കിലും കൊണ്ടോന്ന്. പിന്നെ ഈ വെളുത്ത് കിടക്കുന്ന എല്ലാം മുള്ളമ്പന്നിയുടെ മുള്ളാണ്. മുള്ളമ്പന്നിന്റെ തൊണ്ടോന്ന് അറിയത്തില്ല. ഇനിയിപ്പോ ഇങ്ങോട്ട് വരുവാണെങ്കിൽ പണിയാവും. ഈ ഒരു സൈഡിലിട്ട് വന്നാണ്. ഇതിന്റെ എഡ്ജ് ഞങ്ങള് പറ്റുമെങ്കിൽ കാണിക്കുന്നതായിരിക്കും. ഇതിന്റെ അപ്പുറത്തെ ഹെന്റ് കാണിക്കുന്നതായിരിക്കും. പക്ഷെ ഇതിലോട്ട് ഇപ്പൊ കടന്നു പോകാന്ന് വെച്ചാൽ ഡേഞ്ചർ ആണ്. ഞങ്ങൾ വേറെ ലൈറ്റ് ഒക്കെ ആയിട്ട് അപ്പൊ ഇതാണ് ഗുഹ. അപ്പൊ ഇതിലും ഞങ്ങൾ അകത്തേക്ക് പോകാൻ ശ്രമിച്ചാണ്. പക്ഷെ നടക്കത്തില്ല. കാരണം മുള്ളമ്പന്നിയുടെ മുള്ളൊക്കെ നമ്മളിവിടെ കാണാൻ സാധിച്ചു. അതുകൊണ്ട് നമ്മൾ അകത്തേക്ക് ഒരുപാട് കയറുന്നില്ല. അപ്പം ഒരുപാട് നാളെ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട്. അതുകൊണ്ട് ഞങ്ങള് വലിയൊരു ടാസ്ക് എടുക്കുന്നില്ല നമ്മൾ. അപ്പൊ ഞങ്ങള് എല്ലാരും സെറ്റായിട്ട് അയ്യോ. അപ്പൊ ഇത് മാത്രമല്ല. അപ്പൊ ഇതൊരു ആളിലൂടെ നമുക്ക് കാണിക്കാറുണ്ട്. ഒരു പാറയുടെ വിടവ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ. അപ്പൊ അതും നമ്മൾ കാണിക്കും. പിന്നെ ഇതിന്റെ ഒരു എൻഡ് ഭാഗമുണ്ട്. നമ്മൾ ഇതിലെ കയറി പുറത്തേക്ക് കടക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ അത് നടക്കുന്ന ലക്ഷണമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് ഇതിന്റെ എൻഡ് എവിടെ വരുന്നത് നമ്മൾ അതും കൂടി നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. എന്താ ഇതാണ്. ഇതിനകത്തോട്ട് റൈറ്റിലേക്ക് തിരിഞ്ഞാണ് വഴി പോകുന്നത്. കാണാലോ അല്ലേ? മുള്ളമ്പന്നിയിൽ എന്തൊക്കെയോ മൃഗങ്ങളുടെ നല്ല സ്മെല്ലുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മള് നൈസായിട്ട് ഇവിടുത്തെ സ്കൂട്ടാണ്. അപ്പൊ നമ്മള് ഈ ഒരു ഗുഹ ഒന്ന് കാണിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ അതിലൊന്ന് കയറണം എന്നുണ്ടായിരുന്നു. ആൾക്കാർ ഒത്തിരിയൊക്കെ വന്നോണ്ടിരുന്നായിരുന്നെങ്കിൽ നമുക്കിത്
കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകായിരുന്നു. പക്ഷെ ഇതിപ്പോ വന്നിട്ട് ഒരുപാട് കാലമായി. ഇത് കാണുന്നൊരു വെട്ടമായിട്ട് വരുന്ന എനിക്കിരുന്നില്ല. ഞങ്ങൾ വെട്ടം എടുക്കാൻ പറ്റിയില്ല. ഫ്രണ്ട് മാത്രം കാണിക്കുന്ന എന്തായാലും ഇതിന്റെ എൻഡ് ഭാഗം നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പം ഞങ്ങൾക്ക് എന്തായാലും ഇതിലെ ഉള്ളിലേക്ക് അധികം കടന്നു പോകാൻ പറ്റുന്നില്ല. അപ്പം ഇതിന്റെ എന്റെ എവിടെ വരുന്നതെന്ന് മാത്രം ഞങ്ങൾ കാണിച്ചു തരുന്നത്. നേരെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. കുനിഞ്ഞ് ഈ ഒരു സെറ്റപ്പ് മാത്രമേ ഉള്ളൂ. ഇത്ര ഒരു മാത്രമേ ഉള്ളൂ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പം നേരെ നിൽക്കാൻ പറ്റത്തില്ല. ഇറങ്ങി വേണം പോകാൻ, ഉള്ളിലോട്ട് പോകാൻ. കേസ് നാളെ ഇവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ ഇതിന്റെ എൻഡ് ഭാഗം നമ്മൾ കാണിക്കാൻ പോകുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം അല്ലേ? അപ്പൊ ഗൈസ് നമ്മളാ കാണിച്ച ആ ഗുഹയില്ലേ, അപ്പൊ അതിന്റെ ലാസ്റ്റ് ഭാഗം എന്ന് വെച്ചാൽ അത് തീരുന്ന ഭാഗം. അപ്പൊ അത് കാണിക്കാൻ വേണ്ടി നമ്മുടെ മുൻഷിതാണ്ടേ അപ്പൊ അതിന്റെ തീരുന്ന ഭാഗം നമ്മൾ കാണിക്കാൻ പോകണം. അപ്പൊ എവിടെയാണ് അവസാനിക്കുന്നത്. അപ്പൊ അതുകൂടെ നമ്മൾ കാണിച്ചിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പം നമുക്ക് അതോട് നോക്കാം ഗൈസ്. അപ്പൊ നമ്മൾ ആ കണ്ട ആദ്യത്തെ, അതായത് മുകളിലേക്ക് കിടക്കുന്ന ഒരു വഴിയുണ്ട്. അപ്പൊ ആ ഗുഹയുടെ ആ വഴി വന്ന് ചേരുന്നത് ഇവിടെയാണ്. ഈ കാണുന്നതാണ് ഒരു വഴിയുടെ എൻഡ് വന്ന് അവസാനിക്കുന്നത്. അപ്പൊ ഇത് മണ്ണൊക്കെ കയറി വളരെ അടഞ്ഞ് മൂടിയിരിക്കുകയാണ്. അപ്പൊ ഇതാണ് മൊത്തം 3 വഴികളാണ് ആ ഗുഹയിൽ കയറി കഴിഞ്ഞാൽ ഉള്ളത്. അപ്പോൾ ഒരു വഴി വന്ന് അവസാനിക്കുന്നത് ഇവിടെയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇതിന്റെ ആ ഗുഹയുടെ മറ്റൊരു വഴി അവസാനിക്കുന്നത് ഇവിടെയാണ്. ഇപ്പോൾ അവിടെ തെന്നി കിടക്കുന്ന കാരണം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ചു പോവാണ്. ഞങ്ങൾ ആ ഗുഹ കാണിച്ചു. പിന്നെ അതുപോലെ ഞങ്ങൾക്ക് ആ അള്ള് ഇന്ന് കാണിക്കാൻ പറ്റിയില്ല. അപ്പം അവിടെ എന്താണ് നമുക്കൊരു വാക്കത്തി എന്തെങ്കിലും ഒരു ആയുധമൊക്കെ ആയിട്ട് പോയെങ്കിൽ മാത്രമേ അവിടെ ഒന്ന് വെട്ടിത്തെളിച്ച് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ന്യൂ മൗണ്ടിൽ ഹിഡനായിട്ട് കിടന്നിരുന്ന ഇത്രയും വ്യൂസ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു. അപ്പം തീർന്നിട്ടില്ല, ഇനിയും വരാതിരിക്കുന്നുള്ളൂ. ഇതിന്റെ ബാക്കി ഞങ്ങൾ ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. മതിയല്ലേ?